മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനവും കഴിഞ്ഞു. ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുകയാണ്. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? ഈ ബഡ്ജറ്റ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? സത്യസന്ധമായി അധ്വാനിച്ച് പണിയെടുത്ത് അന്നത്തെ കഞ്ഞിക്ക് വക കണ്ടെത്താൻ ഓടി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നത് ഈ പ്രഖ്യാപനമൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോകുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആ പ്രഖ്യാപനം പറയുന്ന കേട്ടിട്ട് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ എന്തു പറയാനാടാവേ എന്നായിരുന്നു മറുപടികൾ. മാത്രമല്ല പലരും പറയുന്നുണ്ട് ഈ പാർട്ടിയെ മുങ്ങാൻ നിൽക്കുന്ന കപ്പലാണ്. ആ കപ്പൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ട് പോകുന്നത് ചുമ്മാ തമാശയായിട്ടും കോമഡി ആയിട്ട് തോന്നുന്നുള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നുണ്ട് സ്റ്റാർട്ടപ്പുകളിലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അടിസ്ഥാന വർഗക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നിലപാടെടുത്ത ഒരു ബഡ്ജറ്റാണ്, സ്വാഗതാർഹം എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെ ശക്തമായി തന്നെ പലരും പലരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിരവധി കാര്യങ്ങൾ ധനമന്ത്രി ബാലഗോപാൽ സുഖിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് തന്നെയാണ് പലരും പറയുന്നത്. ഏതായാലും ജനങ്ങൾക്ക് ആ സുഖിപ്പിൽ അത്ര പന്തിപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കേരളത്തിൽ ധനസ്ഥിതിയുടെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പണം ലഭിക്കാനുണ്ടെന്നും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. അതായത് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്, അതാരും മറക്കേണ്ടതില്ല. എന്നാലും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ അതിന്റെ മെച്ചം അടുത്ത ഘട്ടങ്ങളിലായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പക്ഷെ അത്ര ശുഭപ്രതീക്ഷയല്ല ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് മന്ത്രി. ഇത് തെരഞ്ഞെടുപ്പിലാക്കിയുള്ള ബഡ്ജറ്റ് അല്ല, എന്നാൽ ക്ഷേമ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് അവരുടെ വരുമാനം ഉറപ്പാക്കുന്നതിന് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. ആണോ? മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഉൾപ്പെടെ ഉള്ള അലവൻസിലെ പരിഷ്കരണം ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണ്. അല്ല മന്ത്രി, ഈ തെരഞ്ഞെടുപ്പിലാക്കിയാണ് ഈ ബഡ്ജറ്റ് അവതരണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലായിരുന്നു കേട്ടോ ആദ്യമേ. അതിപ്പോൾ എന്തായിരുന്നു സംഗതി? അതപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കലല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണെന്ന് തന്നെയാണ് പലരും പറയുന്നത്. ഇതൊക്കെ നേരത്തെ പല വാഗ്ദാനങ്ങൾ നേരിൽ വന്ന് പറയുന്നു, ഇപ്പോഴിതാ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുന്നു, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. 12 വർഷമായി കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ കാലോചിതമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞു. ഹരിതകർമ്മ സേനയ്ക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് നല്ല കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ, കൂടുതൽ ആനുകൂല്യങ്ങളോടെ മെഡിസെപ്പ്, MC റോഡ് വികസനത്തിന് കിഫ്ബി വഴി 5317 കോടികൾ, പിന്നെ കോടികളുടെ കണക്കുകളാണ്. വിഴിഞ്ഞത്തിന് 1000 കോടി, കേരളിന് ബദലായുള്ള RRT ലൈനിൽ 100 കോടി, ഇത്തരത്തിൽ മിച്ചം പദ്ധതികളോട് കൂടിയുള്ളതായിരുന്നു ബജറ്റ്. കാസർഗോഡ് വേഗ റെയിൽ പ്രാരംഭ നടപടികൾക്ക് 100 കോടി വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന തേനി തുരങ്കപാതയിൽ സാധ്യത പഠനം, വിഴിഞ്ഞം ടു ചവറ റയർ എർത്ത് കോറിഡോർ, വയനാട് ദുരിതബാധിതർക്കുള്ള ആദ്യ ബാച്ച് വീട് ഫെബ്രുവരിയിൽ കൈമാറുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. എന്തായാലും ഫെബ്രുവരി നമുക്ക് ഇനി ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, കാത്തിരുന്ന് കാണാം. എന്തായാലും ജനങ്ങളുടെ പ്രതികരണം കേൾക്കാം. CPM പോലും ഇത് വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പലപ്പോഴും ധനമന്ത്രി അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പിന്നിലൊക്കെ ഇരുന്ന മന്ത്രിമാർ കോട്ടുവായി വിടുന്നതും അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കുന്നതും ഈ താല്പര്യമില്ലാത്ത വിഷയത്തിൽ നമ്മൾ ക്ലാസ് ഇരിക്കുന്നത് പോലെയുള്ള ഒരു വായ്നോട്ടവും ഒക്കെ നമുക്ക് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. സഹകരണ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നല്ല ആനുകൂല്യങ്ങളാണ് ഈ ബഡ്ജറ്റിലുള്ളത്. പിന്നെ A മുതൽ Z വരെ എല്ലാ ജനവിഭാഗങ്ങളെയും തൊട്ട് തലോടിയും കൊണ്ടാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഈ സർക്കാർ പോയിട്ടുള്ളത്. എല്ലാവരും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. നടന്നു കിട്ടിയാൽ ഭാഗ്യം. ബഡ്ജറ്റിൽ പ്രതീക്ഷയൊന്നുമില്ല സാധാരണക്കാർക്ക്, എല്ലാം മുതലാളിമാർക്കും ഒക്കെ തന്നെ. പ്രതീക്ഷ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചിലയാക്കുന്നില്ലല്ലോ. ജനങ്ങൾ കൂടിയിട്ട് വോട്ട് തട്ടാൻ വേണ്ടിയാണ് സർക്കാരിനുള്ള നമുക്ക് എന്ത് കാര്യം. ഇന്നത് ഇൻക്ലൂഡ് ചെയ്യും ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ. അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. പൊതുജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള പൊതുവെ ജനപ്രിയ ബഡ്ജറ്റാണ്. എല്ലാ വിഭാഗത്തിനെയും പരിഗണിച്ചായിട്ട് തോന്നുന്നുണ്ട്. നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു. കാരണം 4 വർഷക്കാലം 4 ബഡ്ജറ്റിലും നടപ്പിലാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതിലും നടപ്പിലാക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംഭവം നല്ല കാര്യം തന്നെ. ഇൻഷുറൻസിന്റെ എല്ലാ പദ്ധതികളും ചെയ്യുന്നത് നല്ല കാര്യമാണ്. ബഡ്ജറ്റ് ഇൻഷുറൻസിന്റെ കാര്യത്തെ പറ്റി നല്ല തന്നെയാണ്. ഇൻഷുർ വേണം, ഉപകാരപ്രദമായിരിക്കും എന്നാ തോന്നുന്നത്. നേരത്തെ തുടങ്ങിയാണെങ്കിൽ ഗുണമായിരുന്നു.
വർദ്ധിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. ഒന്നുമില്ല. ഇവിടെ സാധാരണക്കാർക്ക് എന്താണ് ലഭിക്കുന്നത്? ഇവര് പ്രഖ്യാപനമൊക്കെ നടക്കും, പക്ഷെ ആർക്കും ഒന്നും കിട്ടൂലെന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ പോലും സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലാത്ത സമയത്ത് ഇത് ഇലക്ഷന്റെ ഒരു ട്രെൻഡായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളാണ്. ഇതൊന്നും നിറവേറാൻ പോകില്ല. എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത്. കേരളത്തിലെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ബജറ്റാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലക്കകത്ത് വലിയ സാധ്യതകളാണ് ഈ ബജറ്റിലൂടെ തുറന്നു വെക്കുന്നത്. സാധാരണക്കാർ ഒരു പ്രതീക്ഷയില്ല. ബഡ്ജറ്റ് കുഴപ്പമില്ല. സാധാരണ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് വരാറുണ്ട്. അപ്പോൾ ഇതും വരും തന്നെയാണ് പ്രതീക്ഷ. ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഓരോ ജനങ്ങളെ ഇലക്ഷനിൽ അവരെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. ബഡ്ജറ്റ് എന്ന് പറയാൻ പറയാം മുങ്ങിപ്പോകുന്ന കപ്പലിൽ രക്ഷപ്പെടാൻ പറയുന്നത് നോക്കും. മനസ്സിലായി, ഇത് മുങ്ങിപ്പോകുന്ന കപ്പലാണ്. സംസ്ഥാനത്തെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ലെവലിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രഖ്യാപിച്ചത് ഗംഭീരമായിട്ടുണ്ട്. നല്ലതായിട്ടാണ് തോന്നിയത്. നടപ്പിലായി കഴിഞ്ഞാൽ നല്ല കേരളമായി മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.